ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറേ ആൾക്കാരായി പറയണു പഴയത് നോക്കാത്ത ആൾക്കാർ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു നല്ല സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ പരിപ്പ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 2 വെളുത്തുള്ളിയും 2 മണി ജീരകവും ഒരു കഷ്ണം കായും ഇട്ടിട്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇടുക. നിങ്ങൾ ഇതൊന്നും ഇടാത്തവരാണെങ്കിൽ ഇടണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. പരിപ്പും കായും മാത്രം ഇട്ടാൽ മതി. എനിക്ക് പരിപ്പ് ഗ്യാസാണ്, അത് കാരണം ഞാൻ 2 വെളുത്തുള്ളി ഇട്ട് ഉടക്കിച്ച് ചേർക്കും. ഇതിൽ വെളുത്തുള്ളിയും ജീരകവും. ചിലർക്ക് വെളുത്തുള്ളിയും ജീരകമൊന്നും ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇത് ഇടണ്ട കേട്ടോ, അത് ഒഴിവാക്കിക്കോ. പിന്നെ നമ്മൾ ഇത് വെന്ത പരിപ്പിലേക്ക് കഷ്ണങ്ങളിടുക. ഇപ്പം മുരിങ്ങക്ക, കുമ്പളങ്ങ, നമുക്ക് എന്തൊക്കെ കഷ്ണമുള്ളത് വെച്ചാൽ ഞാൻ ഇവിടെയുള്ള കഷ്ണങ്ങൾ ഉള്ളി, പച്ചമുളക്, പിന്നെ തക്കാളി, കുറച്ച് കറിവേപ്പില ഇടാം. അവസാനം നമുക്ക് മല്ലിയില ഇട്ടാൽ മതി. ഇതൊന്ന് വേവുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി ഒന്ന് പുളിവെള്ളമൊക്കെ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. അതിൽ നിറയെ ഇതിൽ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. നല്ല എരിവുള്ള മുളക് പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് വെന്ത ശേഷം വെജിറ്റബിളൊക്കെ വെന്ത ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മുരിങ്ങക്കായൊക്കെ വേവില്ല. കഷ്ണപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പുളി ഒഴിക്കാം, പാകം നോക്കാം. ഇപ്പോൾ സാമ്പാർ നല്ല ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി മല്ലിയില ഇടാം. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞാൽ ഒരു 2 തള വന്ന് താളിക്കാം. ഇപ്പോൾ നമുക്ക് താളിക്കാം കേട്ടോ. വീണ്ടും ഇത്തിരി കായം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് മൂടി വയ്ക്കും കുറച്ച്. ഇതാണ് എൻ്റെ സാമ്പാർ, സിമ്പിളായിട്ടുള്ള സാമ്പാർ. 10 മിനിറ്റ് വേണ്ടതിന്. എല്ലാവരും ഇത് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾ അധികം ഇട്ടാൽ നല്ല ടേസ്റ്റാവും. ഉള്ളി ഇടുക മസ്റ്റായിട്ട്, ചെറിയ ഉള്ളി. പിന്നെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്: പപ്പടം, സാമ്പാർ. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്.